എന്താണ് SIF അഥവാ സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്? മ്യൂച്വൽ ഫണ്ടിൽ പുതിയൊരു കാറ്റഗറി ആയിട്ട് വന്നിട്ടുള്ളതാണ്. സെബി അപ്രൂവലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. മ്യൂച്വൽ ഫണ്ടിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ടായാലും ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് തുടങ്ങാം. ഒരു 1000 രൂപ വെച്ചിട്ടായാലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കംഫർട്ടബിളായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ തുടങ്ങാം. പക്ഷേ SIF ആണെന്നുണ്ടെങ്കിൽ മിനിമം 10 ലക്ഷം രൂപ വേണം അതിൽ നമുക്ക് ഒരു ഇൻവെസ്റ്ററായിട്ട് എൻട്രി തുടങ്ങണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിന് കുറച്ച് മ്യൂച്വൽ ഫണ്ടിനെ അപേക്ഷിച്ച് റിസ്ക് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ പലരും ഇവിടെ ചോദിക്കുന്നുണ്ട്, എനിക്കൊരു SIF വേണം, ഞാൻ SIF സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. നിങ്ങൾ എന്തിനാണ് SIF എടുക്കുന്നത് എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. മ്യൂച്വൽ ഫണ്ടിനെ അപേക്ഷിച്ചിട്ട് SIFൽ കുറച്ചുകൂടി റിസ്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കൂടുതലുണ്ട്. പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇല്ലാത്ത രീതിയിലുള്ള, അതായത് ഡെറിവേറ്റീവ്സ്, ലോങ് ഷോർട്ട്, ആ രീതിയിലുള്ള ഇതുകളെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റിൽ അതും കൺസിഡർ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസ്ക് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ കാര്യങ്ങളിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങളായി കുറച്ചൊരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കൊരു PMS കാറ്റഗറിയിലേക്ക് പോകാനുള്ള അത്ര ഒരു എമൗണ്ട് ആയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം തൊട്ട് മുകളിലേക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പുതിയൊരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ തുടങ്ങുക എന്നുള്ളൊരു കൺസിഡറേഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SIF കൺസിഡർ ചെയ്യാം. SIF ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. SIFൽ കുറേ കൂടി ലോങ് ടൈമിലേക്ക് പോകുമ്പോൾ നല്ലൊരു റിട്ടേൺ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. റിസ്ക്കും കൂടുതലാണ്. അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് നല്ല SIFകൾ കാര്യങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കി നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിക്കൊണ്ട് പോവുക.